എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 നടത്തപ്പെടുന്ന 173ാമത് സ്നേഹസംഗമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന ക്ലബിന്റെ ജീവന്റെ ഉറവ ഗ്രൂപ്പാണ്. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ, പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസം ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും, എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും, എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ജിജി ജോസിനെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. ജിജി ചേച്ചി. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കോ, നിന്നാത്മചൈതന്യം നിറയ്ക്കോ, ആത്മചൈതന്യം നിറയ്ക്കോ. വിശ്വം കാക്കുന്ന നാഥാ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കോ, നിന്നാത്മചൈതന്യം നിറയ്ക്കോ, ആത്മചൈതന്യം നിറയ്ക്കോ. വിശ്വം കാക്കുന്ന നാഥാ. വളരെ മനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച ജിജി ജോസിന് ഒരുപാട് നന്ദി. താങ്ക് യു ജിജി ചേച്ചി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ ഗൂഗിൾ മീറ്റിൽ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതിനായി കലാകായിക മേഖലയിൽ തന്റെ കഴിവുകളെ ഗോൾഡ് മെഡലിസ്റ്റുമായ ശ്രീ ദിലീപ് കുമാറിനെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റിയുടെ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന ഗൂഗിൾ മീറ്റിന്റെ 173ാമത് സ്നേഹസംഗമമാണെന്ന്. അത് ഒരുക്കിയിരിക്കുന്നത് ജീവന്റെ ഉറവ ആണ് ദർശന സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള. അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ സ്വാഗതം നേരുന്നു. കാരണം നമ്മളും എന്താ പറയാ, നമ്മുടെ ഒരു കുടുംബത്തിന്റെ ആ ഒരു ബലം എന്ന് പറയുന്നത് അതിലുള്ള ആൾക്കാരുടെ ആ ഒരു സഹകരണമാണ്. എന്തായാലും ഇത്ര നാളും വളരെ മനോഹരമായിട്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ആ കുടുംബത്തിലെ ഒത്തൊരുമയും ആ ഒരു കാരണവും തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണ്. അപ്പോൾ അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് എടുത്ത് പറയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ഫാദർ സോളമൻ അച്ഛന്റെ ആ ഒരു നേതൃത്വത്തിൽ, അതായത് ഓരോ കാര്യങ്ങളും അത് നോട്ട് ചെയ്തു വെച്ച് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മളോട് കൂടെയുള്ള അച്ഛനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ നമ്മുടെ ഫാദർ തന്നെയാണ്. ഉദ്ഘാടകനായി നമുക്ക് എത്തുന്ന റവറന്റ് ഫാദർ നിജോ ജോസഫ് CMI ആണ്. അദ്ദേഹം ഡയറക്ടർ ക്രൈസ്റ്റ് സ്പെഷ്യൽ സ്കൂളിന്റെയും ബാംഗ്ലൂർ, പിന്നെ പ്രിൻസിപ്പൽ ക്രൈസ്റ്റ് സ്റ്റേറ്റ് ബോർഡ് സ്കൂൾ ബാംഗ്ലൂർ എന്നിവയുടെ എല്ലാം ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിഗതമായ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെയുള്ളത് നമുക്ക് നമ്മുടെ മുഖ്യാതിഥിയാണ്. മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ജെന്നി ജോസഫാണ്.
അദ്ദേഹം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൊടകര പോലീസ് സ്റ്റേഷനിലെ സേവനമനുഷ്ഠിച്ചു വരുന്നു. ശ്രീമതി ജെന്നി ജോസഫിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീടുള്ളത് നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ആൻസൺ കുറുമ്പത്തുരുത്താണ്. അധ്യാപകൻ, മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു വരുന്ന അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിത്വത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഈ പ്രോഗ്രാമിന്റെ പങ്കെടുക്കുന്ന PRO ശ്രീ പിയൂസ് KP കോട്ടപ്പുറം, ഡയറക്ടർ ഫാദർ സോളമൻ തുടങ്ങി ഇന്നത്തെ ആശംസാ അറിയിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ അവതരണത്തിനോടിലിരിക്കുന്ന സീമ ചേച്ചി, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. നന്ദി, നമസ്കാരം. വളരെ ഹൃദ്യമായി എല്ലാവരെയും സ്വാഗതം ആശംസിച്ച ദിലീപ് കുമാറിന് ഒരുപാട് നന്ദി. താങ്ക് യു ദിലീപ് കുമാർ. ദർശന ക്ലബ് എന്താണെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കുന്നതിനും ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. ജോസേട്ടാ. കേൾക്കാലോ? കേൾക്കാം. അറിയിപ്പുണ്ട്. ലില്ലി പുതുക്കാടിന്റെ ജന്മദിനം. അടുത്ത മീറ്റിംഗ് നടത്തുന്നത് ഗ്ലോറിയ ഗ്രൂപ്പാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത മാസം നടക്കുന്നതാണ് കഥ പറച്ചില്. കഥ പറച്ചിലിന് ആരെങ്കിലും പേര് കൊടുക്കാനുണ്ടെങ്കിൽ പേര് കൊടുക്കുക. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ് സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റ് ആയി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതിയുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതി 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതി 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതിയുടെ ശിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ട് പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ്. ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാ, കായിക, വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ. ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ചലനപരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 440 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. ഏതെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8500-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയ ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ഈ വർഷത്തിലൊരിക്കൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS
ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹം നിറഞ്ഞവരെ, 28/9/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 172ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തിയത് ദർശന മാർഗദർശക ഗ്രൂപ്പ്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥന ബീന ചാക്കോ മുല്ലശ്ശേരി. സ്വാഗതം ശ്രീ ജെയ്സൺ കൊരട്ടി. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തിയതും റിപ്പോർട്ട് വായിച്ചതും ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷന്റെ വാക്കുകൾ. ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ മറ്റുള്ളവരെ നാം ഈ ആഴ്ചയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഭിന്നശേഷി മക്കൾ വിമാനയാത്ര നടത്തി. ഉയർന്നു ചിന്തിക്കാൻ വേണ്ടിയാണത്രേ. ഞാൻ തിരുവനന്തപുരത്താണ്. ലാസർ സാറിനെ കണ്ടു. കഴിഞ്ഞ ആഴ്ച നീന്തൽ മത്സരം നടന്നു. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് കുഴിക്കാട്ടുശ്ശേരി മരിയ സെന്റ് തെരേസ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹിൻഡോ ഫ്രാൻസിസ് അവർകളാണ്. സ്നേഹമുള്ളവരെ, എന്നെ യോഗത്തിലേക്ക് വിളിച്ചത് സൗമ്യ പ്രിൻസ് ആണ്. തുടർന്ന് PR വിളിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവരാണ്. ഇതിലെ ഓരോരുത്തരും. എല്ലാവർക്കും കുറവുകളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓവർകം ചെയ്തത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് NMക്കൽ സെന്റ് മേരീസ് LP സ്കൂളിലെ പ്രധാനാധ്യാപിക ശ്രീമതി മേരി വർഗീസ് അവർകൾ. എന്നെ ക്ഷണിച്ചത് സൗമ്യ പ്രിൻസ് ആണ്. ഞാൻ HM ആയി ജോലി ചെയ്യുന്നു. ഈ കൊല്ലം ആദ്യമായി 3 ഭിന്നശേഷി കുട്ടികൾ പഠിക്കാനായി വന്നിരിക്കുന്നു. നമ്മുടെ തോൽവികൾ വിജയത്തിന് വേണ്ടി നല്ലതിനാണ്. നിങ്ങൾ ഒരുപാട് കഴിവുള്ളവരാണ്. എന്നെ വിളിച്ചത് നന്ദി പറയുന്നതോടൊപ്പം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പ് നടത്തിയ കരകൗശല വസ്തു നിർമ്മാണത്തിന്റെ YouTube വ്യൂവേഴ്സ് വിജയികൾ. ഫസ്റ്റ് ബിന്ദു KK, സെക്കൻഡ് C മാടക്കുളത്തൂർ ആൻഡ് തേർഡ് ലിസി വർഗീസ്. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഈ മാസത്തിലെ നറുക്കെടുപ്പ് വിജയികൾ: അജി, ട്രീസ, ഡെയ്സി, സോണിയ, ജെയ്സൺ, റോസ്ലി MD, LC, ഷീബ, രാജേഷ്, ബീന. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. യോഗം നന്ദി പറഞ്ഞത് കുമാരി ഷീബ PL കുണ്ടന്നൂർ. യോഗം അവസാനിപ്പിച്ചു. റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗസമക്ഷം സമർപ്പിക്കുന്നു. ലീഡർ. വളരെ മനോഹരമായി റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ച ജോസേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ജോസേട്ടാ. ഈ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ക്ഷണിക്കുന്നു. ഫാദർ പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേഹ സംഗമത്തിലേക്ക് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും കൃത്യമായി സ്വാഗതം ഒരിക്കൽ കൂടി. അതുപോലെ തന്നെ ഒത്തിരി നന്ദിയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ കൂട്ടായ്മയാണ് നമ്മളെല്ലായ്പ്പോഴും വളർത്തുന്നത്. വ്യക്തി താല്പര്യങ്ങളും അല്ലെങ്കിൽ ഈഗോ നമ്മളെയൊക്കെ പലപ്പോഴും തളർത്തുകയുള്ളൂ. എന്നും ഐക്യത്തിൽ, സ്നേഹത്തിൽ, വിധേയത്വത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയേറെ വളർന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി, അത് നമ്മളിൽ നിന്ന് പോകണം. മറിച്ച് പോസിറ്റീവ് എനർജിയാൽ നിറയണം. അതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് സ്നേഹസംഗമം നടത്തുമ്പോൾ നമുക്ക് എന്നും അഭിമാനിക്കാം. ഇന്നും മാത്രമല്ല, എന്നും അഭിമാനിക്കാവുന്നതാണ് നമ്മുടെ ആ കൂട്ടായ്മയുടെ വളർച്ച, ആ കൂട്ടുത്തരവാദിത്വം. അതാണ് പലപ്പോഴും നന്മയിലേക്ക് നയിച്ചിട്ടുള്ളത്. അത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് അകനിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയും അതുപോലെ തുടർന്ന് പോകാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ഏവർക്ക് നേർന്നുകൊണ്ട് ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഏവർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് അച്ഛ. മുഖ്യ അതിഥിയായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൊടകര പോലീസ് സ്റ്റേഷൻ ശ്രീമതി ജെന്നി ജോസഫ് മേഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
മാഡം പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. നമസ്കാരം, എൻ്റെ പേര് ജെന്നി ജോസഫ്. ഞാൻ കൊടകര പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ വലിയ പ്രഭാഷണമൊന്നും നടത്തുന്നവരല്ല. എന്നോടൊന്ന് മിനി എന്ന് പറഞ്ഞ ഈ സംഘടനയിലെ ഒരു ചേച്ചിയും പിന്നെ ഇന്നലെ പിയൂസ് എന്ന് പറഞ്ഞ PRO ബ്രദർ എന്നെ വിളിച്ചിരുന്നു. ഒന്ന് ഇതിലുള്ള ഈ സംഘത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ദർശന ക്ലബിന്റെ കൂടെ കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കാൻ സാധിച്ചതില് ഒത്തിരി സന്തോഷം. റിപ്പോർട്ട് വായിച്ചപ്പോഴും പിന്നെ മിനി ചേച്ചിയിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി ഇതിലുള്ള എല്ലാവരും എല്ലാ തരത്തിലും മികച്ച പൂർണ്ണരായിട്ട് എന്ന് പറയാൻ ആരുമില്ല ഈ ലോകത്ത്. പക്ഷെ നമ്മളിൽ കുറച്ച് കുറവുകള്, ചിലപ്പോ 50%, 25% അല്ല കുറവുകളിലൂടെ, അല്ലെങ്കിൽ 10% പല പല തരത്തിലുള്ള കുറവുകളിലൂടെയാണ് ഓരോ മനുഷ്യനും ജനിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാവരിലും ദൈവം ഒത്തിരി അധികമായിട്ടുള്ള നന്മകൾ വിതച്ചിട്ടുണ്ടാവും. ആ നന്മകൾ കണ്ടറിഞ്ഞ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഇതിലെ ഡയറക്ടർ അച്ഛനും ഈ കൂട്ടായ്മയിൽ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒത്തിരി നാഷണൽ മെഡലുകളും പലതരത്തിലുള്ള സ്റ്റേറ്റിലും പോയി ഒത്തിരി മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇനിയും പലതരത്തിലുള്ള നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങള്, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോഴും ഈ ഒരു ഉത്സാഹം കെടാതെ നമ്മളിലുള്ള നന്മകള് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുവാൻ ഓരോരുത്തരും ശ്രമിക്കണം. ഒരിക്കലും ഒരാളും പൂർണ്ണരല്ല. ഏതൊരു മനുഷ്യരിലും കുറവുകൾ ഉണ്ടാകും. അപ്പൊ നമ്മളിലുള്ള കുറവുകളെയല്ല നമ്മള് കാണേണ്ടത്. നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള നമ്മുടെ മനസ്സില് ഒരു തീപ്പൊരിയായി നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇന്നത് നേടണമെന്ന് നമ്മൾ ഓരോരുത്തരും വിജയത്തിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട നന്മയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നതിൽ എത്തിപ്പെടണം, നമ്മൾ സാധിച്ചെടുക്കണം. നമ്മളിപ്പോ ഇതിൽ തന്നെ ഒത്തിരി ഗോൾഡ് മെഡൽ നേടിയ, ആദ്യം പറഞ്ഞ ബ്രദർ എന്നെ പറഞ്ഞു ഗോൾഡ് മെഡൽ നേടി സ്വാഗതം പറഞ്ഞ, പിന്നെ ഗോൾഡ് മെഡൽ നീന്തലിലൊക്കെ ഒത്തിരി ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള, ഞാൻ പേര് മറന്നുപോയി, നേടിയിട്ടുള്ളവരുണ്ട്. അപ്പൊ അതൊക്കെ എത്തിപ്പെടുന്നത് നമ്മളുടെ ആത്മവിശ്വാസമാണ്. നമ്മൾ വിശ്വാസത്തോടു കൂടി മുന്നേറിയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റും. നമ്മുടെ വരുന്തിനെ പോലെ ചിറകടിച്ചുയരാനായിട്ട് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എത്തിപ്പിടിക്കാൻ നമ്മളുടെ മനസ്സാണ് നമ്മൾ കുറച്ചു വേണ്ടത്. കൈകളിലോ കാലുകളിലോ എവിടെയുള്ള നമ്മുടെ അപാകതകളോ കുറച്ച് കുറവുകളോ ഇതൊന്നുമല്ല. നമ്മുടെ മനസ്സിന്റെ ഉറപ്പ്, മനസ്സ് നമ്മൾ ചഞ്ചലപ്പെടാതെ ഉറച്ചു വിശ്വാസത്തോടു കൂടി ഇന്നതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ ഉറച്ച് ഒരാൾ വിശ്വസിച്ചാൽ അത് അവിടെ തന്നെ എത്തിച്ചേരും എന്ന് ഈ ക്ലബിൽ തന്നെയുള്ള എല്ലാവരും മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങളുടെ ഡയറക്ടർ അച്ഛനുണ്ട്. അതുപോലെ ഇതിലുള്ള ഓരോ അംഗങ്ങളും ഈ മെമ്പേഴ്സിനോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ഈ കൂട്ടായ്മയുടെ വിജയത്തിന്റെ, നിങ്ങൾ ഓരോരുത്തരും ഈ കൂട്ടായ്മയുടെ വിജയത്തിന്റെ ഒരു മുഖ്യ സ്ഥാനത്തുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുക, ഓരോ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സൊരിക്കലും കൈവിടാതിരിക്കണമെങ്കിൽ നമ്മൾ ആനന്ദത്തിലായിരിക്കണം. നമുക്ക് ഓരോ നിമിഷവും നമ്മൾ വിചാരിച്ച മാത്രം ആര് പറഞ്ഞു തരുന്നതല്ല, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ നന്മകളെ അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ സന്തോഷങ്ങളെ അത് സന്തോഷത്തിലേക്ക് ആക്കി തീർക്കാൻ നമ്മൾ മാത്രം ശ്രമിച്ചാൽ സാധിക്കുകയുള്ളൂ. വേറൊരാളും മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരാളുടെ മനസ്സിനെ കീഴടക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലുള്ള സന്തോഷത്തെ കളയാൻ സാധിക്കും. പക്ഷെ മനസ്സിന്റെ സന്തോഷത്തെ മുന്നോട്ടേക്ക് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആനന്ദത്തിൽ ഇന്ന് ഈ നിമിഷം നമുക്ക് അനുഭവിക്കാൻ ഈ നിമിഷമേ ഉള്ളൂ. അടുത്ത നിമിഷം നമുക്കുണ്ടോ ഇല്ലോ എന്നോ അറിയില്ല ഒരാൾക്കും. അപ്പൊ ഈ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ,
ആനന്ദത്തോടു കൂടി ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധിക്കും. നമ്മള് ഓരോ നിമിഷവും ജീവിക്കുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മളുടെ ഇതുകൊണ്ടല്ല, നമ്മളുടെ ഒരു തെറ്റുകൊണ്ടോ നമ്മളുടെ ഒരു പ്രശ്നങ്ങൾ നമ്മളല്ല, നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ഒരു സൃഷ്ടികർത്താവിന് അറിയാം ഓരോ മനുഷ്യനും എവിടെ വരെ എത്തിച്ചു. പക്ഷെ അത് സാധിച്ചെടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് നന്നായി ജീവിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡ്യൂട്ടിയിലെ ആ ഒരു കടമ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ വായിക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തില് പാടാനും, ഇതിൽ ഒത്തിരി പേര് പാടുന്നവരുണ്ടെന്ന് പറഞ്ഞു, ഒത്തിരി പേര് പലതരത്തിലുള്ള കലകളിൽ ഏർപ്പെടുന്നവരുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണ് സാധിക്കുന്നത് ആ ഇതിലേക്ക് നമ്മൾ ഓരോന്നും കയ്യെത്തിപ്പിടിക്കാൻ, ആ കയ്യെത്തിപ്പിടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കും, എനിക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കും. ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ ഈ ലോകത്തിലുള്ള ഓരോരുത്തരും നമ്മൾക്ക് എവിടെ വരെ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഓരോന്നും നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് നമുക്കത് ഇന്നത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്, നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന തരത്തിലേക്ക് നേടിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾക്ക് മലയോളം ആഗ്രഹിച്ചാലാണ് ഒരു കുന്നിക്കുരുവെന്നെങ്കിലും നമുക്ക് എത്തിച്ചേരാം. അപ്പോ നമ്മളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നമ്മൾ സർവശക്തനായ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും നമ്മൾ കടന്നു പോകുന്ന ഓരോ വഴിയിലൂടെ സർവശക്തനായ ദൈവം നമ്മളെ കാത്തുപരിപാലിക്കാനായിട്ട് നമ്മളോടൊപ്പമുണ്ട്. അതിനെ നിങ്ങൾക്ക് പ്രോത്സാഹനം തരുവാനായിട്ട്, നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് നിങ്ങളുടെ ഡയറക്ടർ അച്ഛനും നിങ്ങളുടെ കൂടെയുള്ള ഓരോരുത്തരും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം നിൽക്കുന്ന ഇവരെല്ലാവരും ഉള്ളപ്പോ നമ്മൾ ഒന്നിലും പതറേണ്ട കാര്യമില്ല. ഒരിക്കലും നമുക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സ്ഥലത്തും നമ്മളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഈ സമൂഹത്തിൽ എന്ന് നമ്മൾ എപ്പോഴും ഈ സമൂഹത്തിന്റെയും കൂടി ഒരു നമ്മളും ഈ സമൂഹത്തിലുള്ളവരാണ്. നമുക്കും ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം തന്ന ആ താലന്തിനെ, ദൈവം തന്ന ഒരു കഴിവുകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അതിന് സർവശക്തനായ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നും ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാവരെയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ചടങ്ങിലേക്ക്, ഈ ഒരു വലിയൊരു സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച, ഈ ഒരു ചെറിയ വാക്കുകളെങ്കിലും ഒരു കുറച്ച് സമയമെങ്കിലും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിലുള്ള ഓരോ ഭാരവാഹികളെയും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ പ്രചോദനമേകുന്ന വാക്കുകളിലൂടെ ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ച മേഡത്തിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത മാസം 9-ാം തീയതി ഞങ്ങളെ കാണാൻ വരാം മേഡം. ക്രൈസ്റ്റ് കോളേജില് പാരാ അത്ലറ്റ് മീറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ മേഡത്തിന് അവിടെ വന്നാൽ ഞങ്ങളെ കാണാം, ഞങ്ങളുടെ കഴിവുകളെയും കാണാം. ഓക്കെ, പരിശ്രമിക്കാം. താങ്ക് യു. സ്നേഹസംഗമത്തിൽ വിശിഷ്ട വ്യക്തിയായി നമ്മുടെ കൂടെയുള്ളത് അധ്യാപകനും മോട്ടിവേഷൻ സ്പീക്കറും ശ്രീ ആൻസൺ കുറുമ്പം തുരുത്ത് സാറിനെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ സർ. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ഓണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളോടൊപ്പം, നിങ്ങളിൽ ചിലരോടൊപ്പമെങ്കിലും ആയിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. 3 കാര്യങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. I am good, I am beautiful, I am useful. Thank you. ഓക്കെ, താങ്ക് യു. അപ്പൊ ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ദർശനയുടെ ഈശ്വര പ്രാർത്ഥനയും അവതരണവും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗവും റിപ്പോർട്ടും ഒക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത്. ഇത്രയും വലിയ നന്മയുള്ളൊരു കൂട്ടായ്മ ഈ സമൂഹത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ അത് സത്യത്തിൽ അസൂയപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓരോന്നും ഇങ്ങനെ വിശകലനം ചെയ്തപ്പോൾ ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് കൂട്ടായ്മകളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കാനായിട്ട് സാധിച്ചു. കാരണം എത്രയോ കൂട്ടായ്മകളിൽ ഞാൻ പങ്കാളിയാണ്.
ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ അല്ലെങ്കിൽ ഇത്രയധികം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചെന്നെത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ ഈ ബൈബിളിലൊക്കെ ഏത് മതത്തിലും ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്, പൈതൃകവും സംസ്കാരവും ഒക്കെ ഉണ്ട്. ഏതായാലും ബൈബിളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലരും കുറവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവരാണ്. ഞാൻ വെറും ബാലനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവരുണ്ട്. ഞാൻ ആട്ടിടയൻ മാത്രമാണെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ അശുദ്ധനാണെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ വിക്കനാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ദൈവികമായ ഇടപെടൽ അല്ലെങ്കിൽ ദൈവം കണ്ടത് അവരിലെ കുറവുകളെയല്ല, അവരിലെ മികവുകളെ കണ്ടെത്തിയിട്ട് വാട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയുണ്ടായത്. അങ്ങനെ അവർ പോലും കണ്ടെത്താത്ത ചില മികവുകളെ കണ്ടെത്തുവാൻ ദൈവികമായ ചില ഇടപെടലുകളിലൂടെ സാധിച്ചു. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വർഷങ്ങളായിട്ട് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊപ്പവും മാതാപിതാക്കളോടൊപ്പവും ഒക്കെ ആയിരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളുടെ മികവുകൾ കാണുമ്പോൾ, നിങ്ങളുടെ പൊട്ടിച്ചിരികൾ കാണുമ്പോൾ, നിങ്ങളുടെ ചേർത്ത് പിടിക്കലുകൾ കാണുമ്പോൾ, നിങ്ങൾ ഒരു കാഴ്ച പരിമിതി നേരിടുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ ഒരു സംഗമത്തിന് ഇതേപോലെ ഒരു ടോക്ക് കൊടുക്കാൻ പോയപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. എല്ലാവരും കൈകൾ കോർത്ത് പിടിച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഉറുമ്പുകൾ പോകുന്ന പോലെ മനസ്സുകൾ ഒന്നായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്ന നന്മയുള്ള ഒരു കാഴ്ച. അങ്ങനെ എത്രയോ കാഴ്ചകൾ നിങ്ങൾ ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. സത്യത്തിൽ കണ്ണ് തുറക്കേണ്ടത് നമ്മുടെ സമൂഹം തന്നെയാണ്. ഞാനടക്കമുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ അധികാരവർഗം തന്നെയാണ് ഒരുപാട് മിഴികൾ തുറക്കേണ്ടത്. കാരണം നിങ്ങൾ അംഗീകരിച്ചവരാണ്. നിങ്ങളിലെ കുറവുകൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളിലെ പോരായ്മകൾ എന്താണോ ഇത് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ ആരും അംഗീകരിക്കാൻ തയ്യാറല്ല. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങളിലുള്ള ഈഗോ ആയിരിക്കാം, ഞങ്ങളിലുള്ള മറ്റു സ്വഭാവ ദൂഷ്യങ്ങളായിരിക്കാം, ഞങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവൊന്നുമില്ല, നമ്മളാണ് എന്നുള്ളൊരു നന്മയുടെ ഭാവമുണ്ട്. പക്ഷെ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി അംഗീകരിച്ചു എന്നുള്ളതാണ്, അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇനി കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ് കണ്ടെത്തേണ്ടത്? എന്നിലുള്ള ആ ഒരു തീ കണ്ടെത്തുക എന്നുള്ളതാണ്. വെളിച്ചത്തെ കണ്ടെത്തുക. നമ്മിൽ ഓരോരുത്തരിലുമുള്ള വെളിച്ചത്തെ കണ്ടെത്തി അവയെ ജ്വലിപ്പിക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തെ തിരുത്തുവാനും ഈ സമൂഹത്തിൽ മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുവാനും സാധിക്കും. 3 ചിന്തകളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അംഗീകരിക്കുക. കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തുക. എന്നിലെ മികവുകൾ എന്തൊക്കെയാണ്? എന്നിലെ കഴിവുകൾ എന്തൊക്കെയാണ്? ഞാൻ എന്താണ്? എന്നിലുള്ള വെളിച്ചം എന്താണ്? ആ കണ്ടെത്തലിന് ശേഷം അടുത്തതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്, പോരാടുക. പോരാട്ടത്തിന്റെ ഒരു വീര്യം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ ഉണ്ടാകണം, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. പോരാടുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഞാൻ പറഞ്ഞ ആ 3 ആണികൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അന്ന് ഞാൻ പറഞ്ഞ ആണികളാണ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അടിച്ചുറപ്പിക്കേണ്ട ആണികൾ എന്നുള്ള രീതിയിൽ അന്ന് ഓണക്കാല സന്ദേശവുമായിട്ട് ഞാൻ പറഞ്ഞതാണ്, ഐ ആം ഗുഡ്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം യൂസ്ഫുൾ. നമ്മൾ ഓരോരുത്തരും നന്മയുള്ളവരാണ്, നല്ലവരാണ്. നന്മയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ ഈ കൂട്ടത്തിൽ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരോടൊപ്പം ചേർന്ന് നടക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം, ഐ ആം ഗുഡ്. എന്നിൽ എന്തൊക്കെയോ നന്മയുണ്ട്, എന്നിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഐ ആം ബ്യൂട്ടിഫുൾ. എന്നിലെ സൗന്ദര്യം എന്റെ ശാരീരികമായ സൗന്ദര്യത്തെക്കാൾ അപ്പുറം, ചില സിനിമ ഡയലോഗൊക്കെ പോലെ അതുക്ക് മേലെ എന്നിൽ എന്തൊക്കെയോ ഉണ്ട്. എന്റെ സൗന്ദര്യം എന്റെ ശീലങ്ങളാകാം, എന്റെ വൃത്തിയാകാം, എന്റെ പ്രാർത്ഥനയാകാം, എന്റെ വാക്കുകളാകാം, എന്റെ ചിന്തകളാകാം, എന്റെ എഴുത്തുകളാകാം, എന്റെ വരയാകാം, എന്തുമായിക്കൊള്ളട്ടെ. നമ്മുടെ യഥാർത്ഥ സൗന്ദര്യത്തെ തിരിച്ചറിയുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. 3-മത്തേതാണ് ഐ ആം യൂസ്ഫുൾ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ, ഞാൻ നല്ലതാണെങ്കിൽ, എന്നിലെ യഥാർത്ഥ സൗന്ദര്യവും മികവും എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന കൂട്ടുകാർക്ക് ഉപകാരിയായിരിക്കും, എനിക്ക് ഉപകാരിയായിരിക്കും, ഈ സമൂഹത്തിന് ഉപകാരിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഐ ആം യൂസ്ഫുൾ എന്നുള്ള ആ ഒരു ചിന്ത കൂടി പകർന്ന് നൽകുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഐ ആം ഗുഡ്, ഐ ആം ബ്യൂട്ടിഫുൾ,
ഐ ആം യൂസ്ഫുൾ എന്നുള്ള ആ ഒരു 3 ചിന്തകളുടെ ആണി ചങ്കിലടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല നമ്മെ വളർത്തുന്നത്, അതിനേക്കാളൊക്കെ അപ്പുറം അരികിൽ നിൽക്കുന്നവനെ, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്തവനെ, അല്ലെങ്കിൽ നിരാശയുടെ ഭാവത്തിൽ അങ്ങ് ഇനി ഒന്നുമില്ല എന്ന് പ്രതീക്ഷയേറ്റ് കിടക്കുന്നവന്റെ അടുത്ത് എന്നിട്ട് പറയാൻ സാധിക്കണം, യു ആർ ഗുഡ്, യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ യൂസ്ഫുൾ. അങ്ങനെ ഞാനും അവനും അല്ലെങ്കിൽ ഞാനും അവളും ഒന്നാകുമ്പോൾ കൈകോർത്ത് പിടിച്ചിട്ട് ദർശനയുടെ ഈ ഒരു നന്മയുള്ള കൂട്ടായ്മയ്ക്ക് ഉറക്കെ പറയാൻ സാധിക്കും, വി ആർ ഗുഡ്, വി ആർ ബ്യൂട്ടിഫുൾ, വി ആർ യൂസ്ഫുൾ. അതിന് നാളുകൾ കാത്തിരിക്കേണ്ടതില്ല. കാരണം ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് സമ്പുഷ്ടമായ, നന്മയാൽ സമ്പുഷ്ടമായ, കൂട്ടായ്മയുടെ മികവ് പ്രകടമാക്കുന്ന അത്രയ്ക്ക് നല്ല പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സൊന്നാണെങ്കിൽ കൂടിച്ചേരലുകളുടെ നിമിഷങ്ങളിൽ കൈകൾ കോർത്തു പിടിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, വി ആർ ഗുഡ്, വി ആർ ബ്യൂട്ടിഫുൾ, വി ആർ യൂസ്ഫുൾ. അത് തന്നെയാണ് വേണ്ടത്. സാധാരണ ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തളർന്നിരിക്കുന്ന ഒരു കണ്ണി ഉണ്ടെങ്കിൽ ആ കണ്ണി ആ ചങ്ങലയുടെ ദുർബലമായ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ചങ്ങലയുടെ യഥാർത്ഥ ശക്തി നമുക്ക് കിട്ടില്ല. ദുർബലമായവരുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പ്രതീക്ഷയേറ്റു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവരെ എന്താ പറയാ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണിൽ നോക്കി എടാ കൊള്ളാം, നീ നല്ലതാണ്, നിനക്ക് ഒരുപാട് ചെയ്യാൻ സാധിക്കും എന്ന് ഒരു തീക്ഷ്ണമായ എന്താ പറയുക ഒരുപാട് സ്വപ്നങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് പറയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണത്. കാരണം നമുക്ക് എപ്പോഴും എന്താ പറയാ കുട്ടികളോടും എല്ലായിടത്തും ഞാൻ പോയാൽ പറയുന്ന ഒരു കഥയാണ് ഈ ബലൂൺ വിൽപ്പനക്കാരന്റെ കഥ. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ബലൂണ് ആ കഥ പറയുന്നില്ല, പക്ഷെ ഉയർന്നു നിൽക്കുന്ന ബലൂണുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ ബലൂൺ നമ്മളോട് പറയുന്നത് എന്റെ നിറമല്ല, എന്റെ ആകൃതിയല്ല, എന്റെ വലിപ്പമോ ഒന്നുമല്ല, എന്റെ നിറം പലതായിരിക്കാം, എന്റെ ആകൃതി പലതായിരിക്കാം, എന്നിലുള്ള എന്റെ ഉള്ളിലുള്ള വായുവാണ് എന്നെ ഉയർന്നു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത്. എന്നെ ഉയർത്തി നിർത്തുന്നത് എന്നിലുള്ള ആ വായുവാണ്. ആ വായുവാണ് നമ്മുടെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നേടാൻ ഒരുപാടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ കുറവുകളിൽ മാത്രം നോക്കിക്കണ്ടുകൊണ്ട് തളർന്നിരിക്കാതെ ഉള്ളിൽ ശക്തമായ ഒരു എന്താ പറയാ അഗ്നി പോലുള്ള ചിന്തകളെ നിറച്ചുകൊണ്ട് പറന്നുയരുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ചിന്തകൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മെ വലിയ രീതിയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുറത്തേക്ക് നോക്കിയാല് എന്താ പറയാ ചപ്പ് ചവറുകൾ കാണണമോ, അകത്തേക്ക് നോക്കിയാല് അലങ്കോലമായി കിടക്കുന്ന മുറിയിലെ എന്താ പറയാ മാറിയിട്ട വസ്ത്രങ്ങൾ കാണണമോ, അല്ലെങ്കിൽ നിലത്തുള്ള അഴുക്കുകൾ കാണണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പുറത്തു നോക്കിയാൽ കാണേണ്ടത് മനോഹരമായ പൂച്ചെടികളും അകത്ത് നോക്കിയാൽ കാണേണ്ടത് മനോഹരമായ നമ്മുടെ സർഗാത്മകതയുമാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നാം കാണേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എന്താണ് ഞാൻ കാണേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്നിൽ ഞാൻ കാണേണ്ടത് എന്താണ്, എന്റെ ജീവിതത്തിൽ ഞാൻ കാണേണ്ടത് എന്താണ്, ആ ഒരു ചിന്ത നാമ തന്നെ തീരുമാനിക്കുന്ന ചില ചിന്തയാണ് നമ്മെ നയിക്കേണ്ടത്. നമുക്കറിയാം, ശതമാനത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശതമാന കണക്കുകൾ ജീവിക്കുന്നവരാണ്. സർട്ടിഫിക്കറ്റിൽ ശതമാനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരാണ്. നേരത്തെ ജെന്നി സാറ് പറഞ്ഞതുപോലെ ശതമാനത്തിന്റെ കണക്കുകൾ ജീവിക്കുമ്പോൾ എന്താ പറയാ അത്തരത്തിലുള്ള കണക്കുകളിൽ ചെറിയ ശതമാനങ്ങളുടെ വ്യത്യാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്റെ ചിന്തകളിൽ ഞാൻ 100% സ്ട്രോങ് ആണ് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പലതും നമ്മുടെ ഈ കൂട്ടായ്മയിൽ കീഴടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യാത്ര ഇങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ എന്താ പറയാ ഉള്ളിലുള്ള വേദനകൾ നമ്മെ തളർത്താൻ വന്നേക്കാം, നിരാശയുടെ ഭാവങ്ങൾ നമ്മെ തളർത്താൻ വന്നേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥകളിലൊക്കെ ഞാൻ എപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു വാചകമുണ്ട്, മുന്നിൽ തീയുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ യാത്ര നിർത്തും. കാരണം എന്താണ്, തൊട്ടടുത്ത സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് പൊള്ളും. മുന്നിൽ തീ കണ്ടാൽ നമ്മിൽ പലരും തീയുടെ ആ തൊട്ടരികിൽ എത്തുമ്പോഴേക്കും ചൂട് അറിയുമ്പോഴേക്കും നമ്മൾ യാത്ര അവസാനിപ്പിക്കും നമ്മിൽ പലരും. പക്ഷെ തീക്കപ്പുറം ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ, തീക്കപ്പുറം എന്റെ ഉറ്റവര് അല്ലെങ്കിൽ എന്റെ മകൾ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ശ്വാസത്തിന് വേണ്ടിയിട്ട് വെപ്രാളപ്പെടുന്ന ഒരു കാഴ്ച എന്റെ കൺമുന്നിലുണ്ടെങ്കിൽ തീ എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ അപ്പുറത്തേക്ക് യാത്ര തുടരും. എന്റെ യാത്ര ഞാൻ തുടരുകയും ആ തീയെ ഞാൻ അതിജീവിക്കുകയും ചെയ്യും. എന്ന് വെച്ചാല്
എന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾക്കപ്പുറം എന്റെ സ്വപ്നങ്ങളുടെ തീഷ്ണത ഉണ്ടാകണം, എന്റെ സ്വപ്നങ്ങളുടെ അഗ്നി ഉണ്ടാകണം. എന്റെ പ്രതീക്ഷകളെക്കാൾ അപ്പുറം എന്റെ സ്വപ്നങ്ങളുടെ നിറമുള്ള മഴവില്ലുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നിലുള്ള പ്രതിസന്ധികളാവുന്ന തീയൊന്നും ഒരു പ്രശ്നവുമല്ല. നമുക്ക് സാധിക്കും, ചിലതൊക്കെ നമുക്ക് നേടാൻ സാധിക്കും. ചില കുറവുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിൽ വ്യക്തമായ തിരിച്ചറിവുകൾ പകർന്നു നൽകിയിട്ടുള്ളവര് ഈ ശതമാനത്തിൽ കുറവുകൾ കണ്ടിട്ടുള്ളവരാണ്. ഒരുപാട് തിരിച്ചറിവുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും എനിക്ക് ചില വ്യക്തികളൊക്കെ പകർന്നു നൽകിയിട്ടുണ്ട്. ഉൾക്കണ്ണിന്റെ കാഴ്ചയുള്ള ഒരുപാട് പേർ, ആ ഉൾക്കണ്ണിന്റെ കാഴ്ചയുള്ള ആ ഒരു തെളിച്ചത്തിലാണ് ഞാനും എന്റെ ജീവിതത്തിലെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ചിന്തകൾ എന്താണോ അതാണ് ജീവിതം. നമ്മുടെ ചിന്ത എന്താണോ അതാണ് ജീവിതം. ഇനി ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് ഇനിയൊരു തുടക്കത്തിന് സമയമുണ്ട് എന്നൊരു ചിന്ത നമ്മെ നയിക്കട്ടെ. ആ ചിന്തയിൽ നിന്നും ഉയർന്നു വരുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ദർശനയുടെ ഒരുപാട് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന പ്രവർത്തന മികവുകളുടെ നേർസാക്ഷ്യങ്ങളായിട്ട് മാറട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. റിപ്പോർട്ടിൽ ഒരുപാട് പേരുടെ പേരുകളൊക്കെ കേട്ടു, ഒരുപാട് പ്രവർത്തനങ്ങൾ കേട്ടു, ഉപസംഘടനകളുടെ പേരുകൾ കേട്ടു. എല്ലാവരും മത്സരിച്ച് പ്രവർത്തിക്കുക. ആ പ്രവർത്തനങ്ങളിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഐ ആം ഗുഡ്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം യൂസ്ഫുൾ, നിങ്ങളെ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് തന്നെയാണ്. യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ സോ ഗുഡ്, യു ആർ സോ യൂസ്ഫുൾ. പക്ഷേ ഇതിനിടയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഈഗോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് സാഹോദര്യമാണ് ഏതൊരു കൂട്ടായ്മയിലും മുതൽക്കൂട്ടായി ഉണ്ടാകേണ്ടത്. സാഹോദര്യമാണ്. ആ സാഹോദര്യത്തിന്റെ നന്മ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പ്രളയവും ഒന്നുമല്ല, നിപ്പയും ഒന്നുമല്ല, ഉരുൾപൊട്ടലും ഒന്നുമല്ല. നഷ്ടങ്ങളൊക്കെ ചിലതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും ചിലതൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പണിതുയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു നല്ല സമൂഹം പണിതുയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ ഒന്നിച്ച് ചേർന്നു, ഒന്നിച്ച് നിന്നു, ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും സ്വരമുയർത്തേണ്ട സ്ഥലത്ത് സ്വരമുയർത്തുവാനും കരമുയർത്തേണ്ട സ്ഥലത്ത് ശക്തമായി കരമുയർത്തുവാനും കരങ്ങളും മനസ്സും കോർത്ത് ഒന്നായി നിൽക്കേണ്ട സമയത്ത് ഒന്നായി മുന്നേറുവാനും എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്ക് സ്നേഹത്തോടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 10 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിട്ടുണ്ടായത്. ഏതായാലും ഒരുപാട് സന്തോഷം. എന്നെ ക്ഷണിച്ച സീമ മേഡത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് കണ്ടു, ഓണത്തിന് കണ്ടു, നമ്പർ വാങ്ങിച്ചു, ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനും കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും ആ വിളി, അതിനുശേഷം പയസ് വിളിച്ചു, 2-3 പേര് മെസ്സേജ് അയച്ചു. അങ്ങനെ ഒരു പക്കാ പ്രൊഫഷണലിസം നിങ്ങളുടെ കൂട്ടായ്മയിൽ കാണുവാനായിട്ട് സാധിച്ചു. മറ്റൊരു കൂട്ടായ്മയിൽ കാണാത്ത ഒന്നാണ്, നമ്മളൊരു ഡേറ്റ് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച 2-3 കാര്യങ്ങൾ പറയും. ഒന്ന്, ഒരു ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളോട് 1:30 എന്ന സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഒരു പ്രോഗ്രാമിന് പോയാലോ ഓൺലൈൻ മീറ്റിങ്ങിന് പോയാലോ 1:30 മുതൽ 2 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ ഷാർപ്പ് 1:30 തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുകയാണ്. കാരണം മറ്റെങ്ങും കാണാത്തൊരു പക്ക പ്രൊഫഷണലിസം ഈ ഒരു ദർശനയുടെ ഈ യോഗത്തിൽ കണ്ടതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. കൃത്യമായ ഒരു പ്രോട്ടോകോൾ പ്രകാരമുള്ള അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള സംഘാടന മികവ് കാണുവാനായിട്ട് സാധിച്ചു. ചിലർക്ക് സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം പാത്രം അറിഞ്ഞ് പെരുമാറുക അല്ലെങ്കിൽ വിളമ്പുക എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായ രീതിയിൽ അവരുടെ സംസാരം അവസാനിപ്പിച്ചു. അങ്ങനെ കൃത്യമായ റിപ്പോർട്ട്, എന്തൊരു പക്ക അത്രയ്ക്ക് ഒഫീഷ്യലായിട്ട് നിങ്ങൾ ഈ യോഗം സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള ചങ്ങാതിമാരെ, ഒതുങ്ങിക്കൂടരുത്. നിങ്ങൾ അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചുകൊണ്ട് കണ്ടെത്തേണ്ടതിനെ കണ്ടെത്തിക്കൊണ്ട് പോരാടാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്നവരാവരുത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനായിട്ട്, അവരിലേക്ക് നന്മയുടെ ചില മാതൃകകൾ സമ്മാനിക്കുവാനായിട്ട്. നമുക്കറിയാം, തലമുറയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശിരസ് മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കാത്ത കുട്ടികൾ, ഇടതുകൈയിൽ നോക്കി ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇറങ്ങിത്തിരിക്കണം. നിങ്ങളിലുള്ള നന്മയെ കണ്ടെത്തിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ
നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. ആ മാറ്റങ്ങളുടെ നല്ല നാളുകളെ കാത്ത് ഞാനും ഇരിക്കുകയാണ്. ഏതായാലും ഒരുപാട് സ്നേഹത്തോടെ ഇത്രയും ചിട്ടയായ ഇത്രയും നന്മയുള്ള ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഞാൻ വിളിച്ചപ്പോ വളരെ തിരക്കുകൾക്കിടയിലും ഞാൻ വരാന്ന് സന്തോഷത്തോടെ വന്ന് ഞങ്ങൾ ക്ലാസ് എടുത്ത് മോട്ടിവേഷൻ ക്ലാസ് തന്നെ നൽകിയ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഈ സ്നേഹസംഗമം വളരെ സന്തോഷത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ക്രൈസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടറും ക്രൈസ്റ്റ് സ്റ്റേറ്റ് ബോർഡ് സ്കൂൾ പ്രിൻസിപ്പളുമായ റവറൻഡ് ഫാദർ നിജോ ജോസ് CMI അച്ഛനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഫാദർ, പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. യെസ്, താങ്ക് യു. എന്നെ കാണാൻ പറ്റുമോ? Am I visible? Yes. പ്രിയ ബഹുമാനപ്പെട്ട സോളമനച്ച ദർശന സൊസൈറ്റിയുടെ ഡയറക്ടറാണ് അച്ഛൻ. പിന്നെ നമുക്ക് ക്ലാസ് തന്ന ആൻസൺ സാറെ, ശ്രീമതി ജെന്നി മാഡം, നമ്മുടെ ഈ സ്നേഹ സംഗമത്തിന്റെ സംഘാടകരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം വരാൻ സാധിച്ചതിൽ. ആദ്യമായി തന്നെ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ മാപ്പപേക്ഷിക്കുകയാണ്. എന്നോട് 1:30 വരാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനൊരു പ്രോഗ്രാമിന് പോയ കാരണം കൊണ്ട് ഞാൻ ട്രാഫിക്കിൽ പെട്ടു. ഇപ്പോഴാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. സോറി ഫോർ ദാറ്റ്. ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഞാൻ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഞാൻ 2 പ്രാവശ്യം ബാംഗ്ലൂർ കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച സോളമനച്ചൻ ഒരു ഗ്രൂപ്പ് ആളുകളുമായിട്ട് വന്നിരുന്നു. ഞാൻ അവരെ കണ്ടിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. ഈ ദർശനയുടെ കീഴില്, ഈ ഒരു കുടക്കീഴിൽ ഒത്തിരിയധികം സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നതിലും കേൾക്കുന്നതിലും സന്തോഷമുണ്ട്. ഇങ്ങനെ വളരെ നല്ലൊരു സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചയും ഓർഗനൈസ് ചെയ്യാനും നമ്മെ തന്നെ പരസ്പരം ശക്തിപ്പെടുത്തുവാനുമുള്ള വലിയൊരു ഇനീഷ്യേറ്റീവിനെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെയും ഞാനൊരു ഭിന്നശേഷിയുടെ കുട്ടികളുടെ ഒരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സാധാരണ ഒരു സ്കൂളിലും ജോലി ചെയ്യുന്നു. അപ്പോ ഒത്തിരി കാര്യങ്ങള് നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനും അറിയുവാനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ നമുക്ക് 60 ഭിന്നശേഷിയുള്ള പിള്ളേരുണ്ട്. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള പിള്ളേരാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങള് അവരുടെ പാരന്റ്സിനെ കാണുവാനും സംസാരിക്കുവാനുള്ള വലിയ അവസരം കിട്ടി. അപ്പോ എനിക്ക് അറിയാൻ സാധിച്ചു നമ്മുടെ സൊസൈറ്റിയില്, നമ്മുടെ സമുദായത്തില് എത്രയോ അധികം ആളുകളാണ് നമ്മുടെ പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ സപ്പോർട്ടിന് വേണ്ടിയൊക്കെ നോക്കുന്നതും ചിന്തിക്കുന്നതും. അപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ സ്കൂളിലെ പിള്ളേരെയും ഇനിഷ്യേറ്റ് ചെയ്യുന്നത് തന്നെയാണ് സൊസൈറ്റിയിൽ പൂർണ്ണമാകുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് വരുമ്പോഴാണ്. അതാണ് ഒരു പൂർണ്ണത. ആ ഒരു പൂർണ്ണത, ഒരു ഇൻക്ലൂഷൻ ആണ് ഇന്ന് നമ്മുടെയൊക്കെ സ്വപ്നം. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വപ്നം, എല്ലായിടത്തും ഒരേപോലെ ഇരിക്കുവാനും സംസാരിക്കുവാനും, അത് ഭിന്നശേഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് കാരണങ്ങളായിക്കോട്ടെ, അവർക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കുവാനും അതിനുള്ളൊരു പോസിബിലിറ്റി, ഒരു മാനസിക ഒരു ഓപ്പൺനെസ് എല്ലാവർക്കും കിട്ടുവാനായിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അവര് മെയിൻ സ്ട്രീമിൽ ജോലിക്ക് കിട്ടുവാനും അവർക്ക് ഒരു എംപ്ലോയ്മെന്റിലേക്ക് വരുവാനും അങ്ങനെയുള്ള ഒത്തിരി ട്രെയിനിങ്ങുകളും കാര്യങ്ങളുമാണ് ഞങ്ങള് ചിന്തിക്കുന്നതും ഇവിടെ നമ്മളെല്ലാവരും കാണുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം. അപ്പോ എല്ലാ ശനിയാഴ്ചയും ഇതുമാതിരൊരു സ്നേഹസംഗമത്തിൽ വന്ന് നമ്മെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്ന സോളമനച്ചനെയും ഇതിന്റെ എല്ലാ സംഘാടകരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങള് ഇതിന്റെ കീഴിൽ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ജെന്നി സാറിന്റെ ആൻസൺ സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ആൻസൺ സാർ പറഞ്ഞത് നമ്മെ തന്നെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ഗുഡ്, ഐ ആം യൂസ്ഫുൾ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു കോർ പ്രിൻസിപ്പിൾ ആയിട്ട്, ഒരു വാല്യൂ ആയിട്ട് നമ്മൾ വയ്ക്കേണ്ടത്. നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായാലും നമ്മുടെ മനസ്സിൽ അഗ്നി ഉണ്ടെങ്കിൽ, എന്റെ മനസ്സിൽ ഫയർ ഉണ്ടെങ്കിൽ വി ക്യാൻ ഫ്ലൈ ഹൈ. ആ എല്ലാത്തിനെയും തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ ഒത്തിരി അധികം സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ വന്നു ചേരുവാനും നിങ്ങളുടെ പ്രത്യേകമായിട്ട് ഈ സെഷൻ കേൾക്കുവാനും സാധിച്ചതിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാ കാര്യങ്ങളും വിജയിക്കട്ടെ എന്ന് പ്രത്യേകം നിങ്ങളുടെ എല്ലാ പ്ലാനും പദ്ധതിയും വിജയിക്കട്ടെ. വളരെയധികം ആളുകൾ കേരളത്തില് ഇങ്ങനെ ഈ ഒരു ദർശനയുടെ കീഴിൽ കൂടുതൽ ഈ ഒരു കൊടക്കീഴിൽ വന്നു ചേരുവാനും അതുപോലെ തന്നെ ഇതൊരു വലിയൊരു ചങ്ങലയായി, ഇറ്റ് ഷുഡ് ബി കൈൻഡ് ഓഫ് ചെയിൻ
എല്ലായിടത്തും കേരളത്തിൽ മൊത്തം വരുവാൻ ഒരു ഇറ്റ് ഷുഡ് ബി എ കൈൻഡ് ഓഫ് സ്ട്രോങ് ബോണ്ട് ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ ഡിഫറെന്റ്ലി ഏബിൾഡ്. അപ്പോ അതിനൊരു തുടക്കമാണ് ദർശനായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരിയധികം നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ. അതിനുവേണ്ടി യത്നിക്കുന്ന എല്ലാവരെയും, സോളമനച്ചനെയും ഇവ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എന്നെ വിളിച്ച് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഈ ഒരു സ്നേഹക്കൂട്ടായ്മ, സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫാദർ. താങ്ക് യു. അടുത്തതായി ഗൂഗിൾ മീറ്റിൽ ആയിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുവാൻ ശ്രീമതി എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന 173ാമത് സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും പ്രിയപ്പെട്ട അംഗങ്ങൾക്കും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായ ബഹുമാനപ്പെട്ട നിജു അച്ഛന്, നമ്മുടെ മനസ്സിൽ തീ ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയാവാൻ കഴിയുമെന്ന് പറഞ്ഞു തന്ന അച്ഛന് എത്രയും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് വിശിഷ്ട അധ്യക്ഷനായി എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ, ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ അച്ഛൻ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന നമ്മുടെ ജെന്നി ജോസഫ് മാഡത്തിന് വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ വിശിഷ്ട അതിഥിയായി വലിയ നന്മയുള്ള ഒരു കൂട്ടായ്മ എന്ന് നമ്മുടെ കൂട്ടായ്മയെ വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യ അതിഥി ആൻസൺ സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ റിപ്പോർട്ടർ ഗ്രൂപ്പുകളെ കുറിച്ചും ഓരോ ആഴ്ചകളിലും നടത്തി വരുന്ന മീറ്റിംഗിന്റെ റിപ്പോർട്ടുകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ജോസ് കൊരട്ടി സാറിന് കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ ഈ സംഗമം വളരെ ഭംഗിയായ നടത്തിപ്പിനായി പ്രയത്നിച്ച എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത ദിലീപ് സാർ, ബഹുമാനപ്പെട്ട PRO നമ്മുടെ പിയോസ് കോട്ടപ്പുറം, വളരെ മനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച ജിജി ജോസ് എന്നിവർക്കെല്ലാം സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ സംഗമത്തിൽ പങ്കുചേർന്ന സ്നേഹമുള്ള അംഗങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരോടും നന്ദി പറഞ്ഞ റഹീന പാവർട്ടിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു റഹീന.